അജയൻ ചാലിശ്ശേരിക്ക് നാടിന്റെ ആദരവായി ചിത്രകലയിലെ വർണ്ണോത്സവം ഒരുക്കി. 2024 കലാ സംവിധാനത്തിന് കേരള സംസ്ഥാന ഫിലിം അവാർഡ് നേടിയ അജയൻ ചാലിശ്ശേരിക്ക് ജന്മനാട് ഒരുക്കുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ചാലിശ്ശേരി മിനി അൻസാരി കൺവെൻഷൻ സെന്ററിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ പ്രിയ നന്ദനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കലയും ജീവിതവും തമ്മിലുള്ള ആത്മബന്ധം അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. തുടർന്ന് പ്രശസ്ത ചിത്രകാരൻ ബസന്ത് പെരിങ്ങോടിന് അജയൻ ചാലിശ്ശേരി ക്യാൻവാസ് കൈമാറി ക്യാമ്പിന് തുടക്കമായി. സിനിമയിൽ മനുഷ്യന്റെ വികാരങ്ങളെ പകർത്തിയ അജയൻ ചാലിശ്ശേരിക്ക് ചിത്രകലയിലെ ഭാഷയിൽ ആദരർപ്പിക്കുന്നതായിരുന്നു ക്യാമ്പെന്ന് ചെയർമാൻ മണികണ്ഠൻ പുന്നക്കൽ പറഞ്ഞു. ഞാൻ ആർട്ടിസ്റ്റ് മണികണ്ഠൻ പുന്നക്കൽ ചാലിശ്ശേരിയിൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് കൂടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ചാലിശ്ശേരിയുടെ ഒരു ഉത്സവം എന്ന രീതിയിലൂടെ ആവിഷ്കരിച്ചതാണ് ഈ ഏകദിന ചിത്രകലാ ക്യാമ്പ്. ഇതിൻ്റെ ഒരു ക്യൂറേറ്റർ എന്ന രീതിയിൽ ഇതോടൊപ്പം സഹകരിച്ച ഏകദേശം കേരളത്തിൻ്റെ പ്രശസ്തരായിട്ടുള്ള 22 കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഈ ഒരു ആദരവ് വരച്ച് അജയേട്ടന് ആദരവ് കൊടുക്കുക എന്ന രീതിയിൽ നിന്ന് ആവിഷ്കരിച്ചതാണ് ഈ ഒരു ചിത്രകലാ ക്യാമ്പ്. അതിനുപരി ഈ ചിത്രകലാ ക്യാമ്പിൻ്റെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ എല്ലാ സൃഷ്ടികളും ചാലിശ്ശേരിയുടെ പരിസരത്തുള്ള പല വ്യക്തികളും കളക്ട് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്ന ക്യാമ്പ്. വരയ്ക്കുന്നതിന് മുൻപ് തന്നെ, അതാണ് ഈ ക്യാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, വരയ്ക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ചിത്രങ്ങളും അത് ഓരോ വ്യക്തികൾ കളക്ട് ചെയ്തു എന്നത് പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പ്രത്യേകത ചാലിശ്ശേരിയെ പോലുള്ളൊരു ഗ്രാമത്തിൽ അത് സാധിച്ചു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ചിത്രകലാ ക്യാമ്പ് വലിയൊരു വിജയമാണ്. മറ്റ് ചിത്രകാരന്മാരുടെ ആർട്ടിസ്റ്റുകളുടെ സഹകരണത്തോടുകൂടി വരച്ച് ആദരവ് പ്രകടിപ്പിക്കുന്നു അജയേട്ടന് എന്ന ഒരു ആശയത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ ചിത്രകലാ ക്യാമ്പ്. ഏകദേശം 22ഓളം പ്രശസ്ത കലാകാരന്മാർ ക്യാൻവാസ് സ്വീകരിച്ച് വരച്ച ചിത്രങ്ങൾ വരച്ചു തരുന്നതിന് മുമ്പ് ഗ്രാമവാസികൾ സ്വന്തമാക്കിയതും ഹൃദയപൂർവ്വം ജന്മനാട് തരുന്ന സ്നേഹവും ആദരവും ഏറെ സന്തോഷം തരുന്നുണ്ടെന്ന അനുഭവമാണെന്നും അജയൻ ചാലിശ്ശേരി പറഞ്ഞു. ഇത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. നമ്മുടെ അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചാലിശ്ശേരിയിലെ നാട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു ആദരം ഏർപ്പെടുത്തി. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ചിത്രകാരനായ മണികണ്ഠൻ പുന്നക്കലിൻ്റെ നേതൃത്വത്തിൽ ഒരു 20ഓളം വരുന്ന ആർട്ടിസ്റ്റുകൾ ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിട്ട് ആ ക്യാമ്പിലുള്ള ചിത്രങ്ങളൊക്കെ ഓൾറെഡി ചിത്രം വരച്ചുകൊണ്ട് അതൊക്കെ ബുക്ക്ഡാണ് ഓൾറെഡി. അത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അതായത് ഒരു ആദരവിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുക, ഒരു ദിവസം ഒരു ചിത്രകലാ ക്യാമ്പ് അതിനോടൊപ്പം നടത്തുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളതാണ്. ഞാനൊരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. താങ്ക് യു. സിനിമയും കലയും ഒരുമിക്കുന്ന വേളയിൽ നാടിന്റെ അഭിമാനം വർണ്ണരേഖകളായ കലാകാരന്മാർ ക്യാൻവാസിലേക്ക് പകർത്തുന്ന പുതിയ കാഴ്ചയായി. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ മണികണ്ഠൻ പുന്നക്കൽ അധ്യക്ഷനായി. കൺവീനർ വി കെ സുബ്രഹ്മണ്യൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുനിൽകുമാർ പി ബി, ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ, ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അജയൻ ചാലിശ്ശേരിയുടെ ആദരവിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് വലിയ സന്തോഷം. ഞങ്ങളെ ഇവിടെ വിളിക്കുന്നത് മണിച്ചേട്ടനാണ്. നമ്മൾ നിറച്ചാർത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ പോയിരുന്നു. അവിടുന്ന് അവിടുന്നുള്ള പരിചയമാണ് മണിച്ചേട്ടനായിട്ട്. അങ്ങനെ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ വരണോടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ട്വിൻസാണ്. എൻ്റെ പേര് അസ്ന. വീട് വടക്കാഞ്ചേരി, പാർലിക്കാട്. ചെറുപ്പം മുതൽ വരയ്ക്കായിരുന്നു. ഉപ്പ നന്നായി വരയ്ക്കും. അങ്ങനെ ഞങ്ങളിതിലേക്ക് വന്നതാണ്. ഞങ്ങളിപ്പോ ഡിഗ്രി കഴിഞ്ഞു, PGക്ക് ജോയിൻ ചെയ്തു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ PG ചെയ്തോണ്ടിരിക്കും. നമ്മളിപ്പോ കൊച്ചി ബിനാരിൽ ഇടാൻ പറഞ്ഞ ഷോയ്ക്ക് വർക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നിറച്ചാർത്ത് ഒടിയൻ ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയിൽ ഇപ്പൊ ഒരു എക്സിബിഷൻ നീട്ടൻ ഫെസ്റ്റ് 10ാമത്തെ വർഷമാണ്. നിറച്ചാർത്തിന്റെ 10ാമത്തെ വർഷത്തില് ക്യാമ്പിൽ ഒരാളുണ്ട്. 2 പേരും കൂടിയിട്ട് അവിടെ എക്സിബിഷനും ചെയ്യുന്നുണ്ട്. ഈ ജാനുവരി 4 തൊട്ട് 11 വരെ നമ്മുടെ പ്രദർശനം ഉണ്ട് അവിടെ. 2 പേരും കൂടി വർക്കുണ്ട് പ്രദർശനം.